എന്താണ് ഈ ടി ബി അസുഖത്തിൻ്റെ നിലവിലെ ഇന്ത്യയിലെ രോഗവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്? TB is not a new disease. TB is an ancestral disease. ഞാൻ എപ്പോഴും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. അത് എന്തുകൊണ്ടെന്നാൽ TB is known from the Neolithic age group അല്ലെങ്കിൽ പ്രീ കൊളംബിയൻ ഏജ് ഗ്രൂപ്പ്. അപ്പോൾ 4000-8000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ TB ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ മമ്മീസ് 400-500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ഷ്യൻ മമ്മീസിൽ നിന്നും പോട്ട്സ് ഡിസീസ്, അതായത് ട്യൂബി ഓഫ് ദ സ്പൈൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി വെരി ഓൾഡ് ഡിസീസ്. സോ ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ആൻ ആൻസെസ്ട്രൽ ഡിസീസ്. ഇനി നമുക്കൊരു പുതിയ കണക്കെടുത്ത് നോക്കാം. 2024 ലോകത്തിൽ 10.7 മില്യൺ കേസസ് ആർ റിപ്പോർട്ടഡ്. സോ 10.7 ഈസ് എ ഗുഡ് നമ്പർ. അതുകൂടാതെ 1.23 മില്യൺ പീപ്പിൾ died of tuberculosis in 2024. So that gives the depth or the volume of the disease burden. സർ, ഏതൊക്കെ അവയവങ്ങളെയാണ് പ്രധാനമായും ടി ബി അസുഖം ബാധിക്കുന്നത്? Okay, that's a good question. See, TB ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കാം. അതിന് നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് പറയും, പൾമിനറി ആൻഡ് എക്സ്ട്രാ പൾമിനറി. ഒരു 70-73% TBയും ശ്വാസകോശത്തെ അല്ലെങ്കിൽ ലങ്ങിനെ ബാധിക്കുന്ന TBയാണ്. ബാക്കി മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നതാണ്. ശരീരത്തിലെ ഒരു ഭാഗവും TBയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ അതിനെല്ലാം കൂടി നമ്മൾ എക്സ്ട്രാ പൾമിനറി ട്യൂബർക്യുലോസിസ് എന്ന് പറയും. നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടെടുത്താൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, യു ഹാവ് മെനിഞ്ചൈറ്റിസ്, TB മെനിഞ്ചൈറ്റിസ്, ട്യൂബർക്കുലസ് ആബ്സസ്. കണ്ണിനെ ബാധിക്കാം, യു ക്യാൻ ഹാവ് കെറട്ടൈറ്റിസ്, ഐറിഡോസൈക്ലൈറ്റിസ്, റെറ്റിനൽ ഡിസീസ് എക്സെട്ര. മൂന്നാമത് കഴുത്തിൽ വന്നു കഴിഞ്ഞാൽ യു ഹാവ് സെർവൈക്കൽ ലിഫ് നോട്ട്സ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ദെൻ യു ഹാവ് മീഡിയാസിനൽ ലിഫ് നോട്ട്സ്. അത് കഴിഞ്ഞാൽ പ്ലൂറൽ എഫ്യൂഷനായിട്ട്, അതായത് ശ്വാസകോശത്തിൽ വെള്ളക്കെട്ടായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാം. ഇനി ബോണിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം. അപ്പോൾ അതായത് ശരീരത്തിൻ്റെ ഒരു അവയവവും TBയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇതിനെ മെയിനായിട്ട് പൾമിനറി ആൻഡ് എക്സ്ട്രാ പൾമിനറി, അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഓൾ ഓർഗൻസ് ആർ ഇൻവോൾവ് ബൈ ട്യൂബർക്യുലോസിസ്. ഓക്കെ, ഈ എല്ലാതരം ടി ബികളും ഇൻഫെക്ഷ്യസ് ആണോ സാർ? എല്ലാ അവയവങ്ങളെ ബാധിക്കുന്ന TBകളും പകരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണോ? ഈ TBയെ പറ്റിയുള്ള ഈ പേടി ഇപ്പോൾ തുടങ്ങിയതല്ല. അതായത് ദി ഫാദർ ഓഫ് മെഡിസിൻ നമ്മൾ പറയുന്ന ഹിപ്പോക്രാറ്റസ് ഈ അസുഖത്തിനെ പറ്റി പറഞ്ഞത് തൈസിസ് എന്നാണ്. വാട്ട് ഈസ് തൈസിസ്? തൈസിസ് മീൻസ് യു ആർ ഷ്രിങ്കിങ്, യു ആർ ബിക്കമിങ് എ സ്മോൾ പേഴ്സൺ, ലോസ് ഓഫ് മസിൽ ആൻഡ് ഡെത്ത് വാസ് വെരി ഹൈ. മുമ്പ് ഈ TBയുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 6 to 7 out of 10 people used to die of tuberculosis because there was no treatment available. Clear ആയോ? അത് കഴിഞ്ഞ് കാലം മാറി 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 വന്നപ്പോൾ we have now very effective treatment for tuberculosis. So we now call it as TB as a curable disease. That means you can cure by treatment. ഏതൊക്കെ ആൾക്കാരിലാണ് സാർ പ്രധാനമായും TB അസുഖം ബാധിക്കുന്നത്? ആരും TBയിൽ നിന്ന് എക്സംപ്റ്റഡ് അല്ല. എനിബഡി ക്യാൻ ഗെറ്റ് TB. പക്ഷേ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ TB കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ വി കോൾ ദം ആസ് ഹൈ റിസ്ക് ഗ്രൂപ്പ്സ്. ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അവർക്ക് TB കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു സാധാരണ ആൾക്കാർക്ക്. അത് ഏതൊക്കെ കാറ്റഗറി എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പീപ്പിൾ വിത്ത് ഹയർ ഇൻഫെക്ഷ്യസ് ഇനോക്കുലം. എന്താണ് ഹയർ ഇൻഫെക്ഷ്യസ് ഇനോക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംബഡി ഹാസ്, വീട്ടിൽ ആർക്കെങ്കിലും ഇപ്പം TB, ലങ്ങിൻ്റെ TB വന്നു, അതൊരു കാവിറ്ററി ലീഷനാണ്. അപ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർ അങ്ങനെ ഒരു ഹൈ ഇൻഫെക്ഷ്യസ് റേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് TB കിട്ടാനുള്ള സാധ്യത വളരെ കൂടും. അതാണ് ഏറ്റവും പ്രധാനം. കാരണം TB എല്ലാം എയറസോൾ വഴിയാണ്
ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഇറ്റ്സ് എ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ എയറസോൾ. അപ്പോൾ ഒരു ഹൈ ഇൻഫെക്ഷ്യസ് ഗ്രൂപ്പുള്ള ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ അവിടുത്തെ മെയ്ഡ്സോ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു ഡ്രൈവേഴ്സോ ആരെങ്കിലും ജോലിക്കാർക്കോ ഇങ്ങനെ ഒരു TB ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, വളരെ കൂടുതലാണ്. സോ വി കോൾ ദം ആസ് എ ഹൈ റിസ്ക് ഗ്രൂപ്പ്. സെക്കൻഡ്, മാൽന്യൂട്രീഷൻ. നമുക്ക് മാൽന്യൂട്രീഷൻ വരുമ്പോൾ TB, നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയുന്നു. TB ബാസിലെ ശരീരത്തിൽ കയറിയാൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഡിസെമിനേറ്റഡ് TB കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ മാൽന്യൂട്രീഷൻ ഈസ് ദെയർ. തേർഡ് ഈസ് ടുബാക്കോ സ്മോക്കിംഗ്. സ്മോക്കേഴ്സ്, ദർ ഇസ് എ വെരി ഹൈ റിസ്ക് ഓഫ് ട്യൂബർക്കുലോസിസ്. 4, ശ്വാസകോശത്തെ ബാധിക്കുന്ന കുറേ അസുഖങ്ങളുണ്ട്. ദേ ആർ കോൾഡ് ക്രോണിക് ഫൈബ്രോട്ടിക് പൾമണറി ഡിസീസസ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ശ്വാസകോശം ഇങ്ങനെ ഫൈബ്രോട്ടിക് ആകും. സോ ദേ ആർ വീക്ക്, ദർ ഇസ് എ ലോക്കൽ ഇമ്മ്യൂണിറ്റി ഈസ് ഓൾട്ടേഡ്. അവർക്ക് ഹൈ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ട്യൂബർക്കുലോസിസ്. IV ഡ്രഗ് അബ്യൂസേഴ്സ്, ദേ ആർ വെരി പ്രോൺ ഫോർ ട്യൂബർക്കുലോസിസ്. ഏറ്റവും പ്രധാനം ഇപ്പോൾ HIV. സോ ഏതെല്ലാം രാജ്യങ്ങളിൽ HIV ഉണ്ടോ, ഫോർ എക്സാമ്പിൾ ആഫ്രിക്കൻ കൺട്രീസ്, സം ഓഫ് ദി ഏഷ്യൻ കൺട്രീസ്, ദേ ഹാവ് എ വെരി ഹൈ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ട്യൂബർക്കുലോസിസ് ബിക്കോസ് ദേ ഹാവ് എൻ ഓൾട്ടേഡ് T and B cell immunity. സോ ട്യൂബർക്കുലോസിസ് വിൽ ബി അറ്റ് ഹൈ റിസ്ക്. പിന്നെ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ട് ക്യാൻസർ ഉള്ള ആൾക്കാർ. അതിൽ മെയിനായിട്ട് പറയുന്നത് ദോസ് പീപ്പിൾ വിത്ത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് ആൻഡ് ബ്ലഡ് മാലിഗ്നൻസീസ്, ദേ ഹാവ് എ ഹയർ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ട്യൂബർക്കുലോസിസ്. പിന്നെയും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നൗ ദിസ് ഈസ് എൻ ഏരിയ ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. സോ യു ക്യാൻ ഗെറ്റ് TB ബൈ ട്രാൻസ്പ്ലാന്റേഷൻ. സോ പീപ്പിൾ വിത്ത് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ്, ചില ഗാസ്ട്രക്ടമി ചെയ്ത ആൾക്കാർ, ഇവർക്കെല്ലാം TB കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഗ്രൂപ്പിനെ നമ്മൾ പീപ്പിൾ വിത്ത് ഹൈ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയും. എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, വി ഓൾവേസ് കീപ്പ് എ വാച്ച് ഓൺ ദം. So they have to be screened, they have to be diagnosed and treated early before the disease get into dissemination and try to contain the disease. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പുകാർ എപ്പോഴും they should be very cautious, they should be screened for the active disease. എന്തൊക്കെയാണ് സാർ പ്രധാനമായിട്ടും ഈ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണ് മെയിൻ സിംറ്റംസ് ഓഫ് TB? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TB ഈസ് എൻ ആൻസെസ്ട്രൽ ഡിസീസ് ആൻഡ് പീപ്പിൾ നോ എക്സാക്ട്ലി വാട്ട് ഈസ് TB ഈസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന സിംറ്റംസ് വിട്ടുമാറാത്ത പനി. സോ വി കോൾ ഇറ്റ് എസ് ലോ ഗ്രേഡ് ഇൻ്റർമിറ്റൻറ്റ് ഫീവർ വിത്ത് ചിൽസ്. ഒരു പ്രധാന സിംറ്റമാണ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ പൾമണറി TB. സോ ദർ മെയിൻ കംപ്ലൈൻറ്റ് വിൽ ബി കഫ്. അപ്പോൾ ചുമച്ച് കഫം ഉണ്ടാകാം, അതിൽ കൂടെ ബ്ലഡ് ഉണ്ടാകാം, എന്ത് വേണോ ആകാം. അപ്പോൾ ചുമ ഒരു പ്രധാന സിംറ്റമാണ്. പക്ഷേ ഈ ചുമ പൾമണറി TBയിൽ മാത്രമേ കാണുള്ളൂ. വെൻ യു ഹാവ് എക്സ്ട്രാ പൾമണറി TB, ദ സിംറ്റംസ് ആർ ഡിഫറെൻറ്റ്. ദേ കം വിത്ത് അനോറക്സിയ, ദേ കം വിത്ത് വെയ്റ്റ് ലോസ് ഓർ പെയിൻ, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ സംബഡി വിത്ത് ക്രോണിക് കോഫ്, സംബഡി വിത്ത് ലോ ഗ്രേഡ് ഫീവർ, സംബഡി ഈസ് ചില്ലിങ്, സംബഡി ലുക്സ് വീക്ക്, ഈ ആൾക്കാരെല്ലാം നമ്മൾ TB ആകാമെന്ന് സംശയിക്കും. എങ്ങനെയാണ് സാർ നമ്മൾ TB ഡയഗ്നോസ് ചെയ്യുന്നത്? ഏതൊക്കെ ടെസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ? TB ഡയഗ്നോസ് ചെയ്യാൻ എഗെയിൻ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നു, അതായത് ലങ് TB. അപ്പോൾ ലങ് TB ആകുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ ചെയ്യുന്നത് എക്സ്റേ, ആവശ്യമെങ്കിൽ CT സ്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ്. രണ്ടാമത് നമ്മൾ കഫം ടെസ്റ്റ് ചെയ്യുന്നു. കഫത്തിൽ നിന്ന് ഈ അണുക്കളുണ്ടോ എന്ന് നോക്കുന്നു, ഉണ്ടെങ്കിൽ അതിനെ കൾച്ചർ ചെയ്യുന്നു. മൂന്നാമത് കൾച്ചർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി, ഡ്രഗ് സെൻസിറ്റിവിറ്റി നമ്മൾ ചെയ്യും. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പവും പെട്ടെന്ന് കിട്ടുന്ന മോളിക്കുലാർ ടെസ്റ്റ്, CB-NAT, RT-PCR മുതലായ ടെസ്റ്റുകൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ പൾമണറി TB ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. കഫം കിട്ടാത്ത ആൾക്കാർക്ക് നമ്മൾ ഇൻഡ്യൂസ് നെബുലൈസേഴ്സ് കൊടുക്കും, ബ്രോങ്കോ ആൽവിയോലാർ ലവാജ് ചെയ്യും, സ്പെസിമെൻ എടുത്ത് ചെയ്യും. എക്സ്ട്രാ പൾമണറി TB വരുമ്പോൾ നമ്മൾ അപ്രോച്ച് ഈസ് ഡിഫറെൻറ്റ്. അത് ഏത് ഓർഗനെ ബാധിച്ചു അതനുസരിച്ചായിരിക്കും നമ്മൾ ആ ഇൻവെസ്റ്റിഗേഷൻ പ്ലാൻ ചെയ്യും. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ പേഷ്യൻറ്റിന് പ്ലൂറൽ എഫ്യൂഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ ആ ഫ്ലൂയിഡിനെ എടുക്കുന്നു, ഫ്ലൂയിഡിൽ ADA
CB നാറ്റ്, കൗണ്ട്, കൾച്ചർ മുതലായവ ചെയ്യുന്നു. പറ്റുമെങ്കിൽ അവിടുന്ന് ബയോപ്സി ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അബ്ഡോമിനൽ TB, എൻഡോസ്കോപ്പി ചെയ്യുന്നു, ബയോപ്സി ചെയ്യുന്നു, CT ചെയ്യുന്നു, ലിംഫ് നോഡ് ബയോപ്സി ചെയ്യുന്നു. അങ്ങനെ ഏത് ഓർഗനെയാണോ ബാധിച്ചത് അതിനനുസരിച്ച് നമുക്ക് സ്പെസിമെൻ കളക്ട് ചെയ്യുകയും അതിൻ്റെ കൂടെ ബയോപ്സി ചെയ്യുകയും സെൻസിറ്റിവിറ്റി പഠിക്കുകയും ചെയ്യാൻ സാധിക്കും. ഒരു രോഗി TB ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് സർ? ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൗ TB ഈസ് എ ക്യൂറബിൾ ഡിസീസ്. പക്ഷേ അതിനകത്ത് മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈവൻ ദോ ഐ സേ ഇറ്റ്സ് എ ട്രീറ്റബിൾ ഡിസീസ്, സം പോയിൻറ്റ്സ് ഹാസ് ടു ബി ആഡഡ്. 1882 റോബർട്ട് കോക്ക് TB ബാസിലസ് കണ്ടുപിടിച്ചാലും നമുക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ 1940 പറ്റിയുള്ളൂ. സോ ദ ഫസ്റ്റ് ഡ്രഗ് ഡിസ്കവേർഡ് വാസ് സ്ട്രെപ്റ്റോമൈസിൻ. അത് കഴിഞ്ഞ് ഒരു 50-52 ആയപ്പോഴത്തേക്ക് വി ഹാവ് റിഫാംപിസിൻ, ദെൻ കെയിം INH. നൗ വി ഹാവ് എ ലോട്ട് ഓഫ് ഡ്രഗ്സ് വിത്ത്. ഏറ്റവും പ്രധാനം, നമ്മൾ സ്ട്രെപ്റ്റോമൈസിനും INHും മാത്രം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് സം ഓഫ് ദ ബാസിലസ് ബിക്കെയിം റെസിസ്റ്റൻറ്റ് ടു ട്യൂബർക്കുലോസിസ്. അപ്പോൾ TBയെ ചികിത്സിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് ഫസ്റ്റ് ഡയഗ്നോസിസ്, രണ്ടാമത്തെ കാര്യം ഈസ് ഇറ്റ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്കുലോസിസ്. അതിനെ നമ്മൾ MDR, XDR TB എന്ന് പറയും. അതായത് MDR എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന INH അല്ലെങ്കിൽ റിഫാംപിസിൻ എന്ന മരുന്ന് ആ സെൻസിറ്റീവ് അല്ലാതാകുന്നു. XDR എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ കാപ്രിയോമൈസിനോ കെന്നാമൈസിനോ ഫ്ലൂറോക്വിനോലോണും കൂടി സെൻസിറ്റിവിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ അതിന് XDR എന്ന് പറയും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ടൈപ്പ് ഓഫ് TBs യു ഹാവ്. XDR, MDR നമ്മളെ നാട്ടിൽ വളരെ കൂടുതലുമാണ്. പ്രത്യേകിച്ചും ഇന്ത്യ വിത്ത് ഹൈ പോപ്പുലേഷൻ, വിത്ത് ഹൈ ഡെൻസിറ്റി ഓഫ് ട്യൂബർക്കുലോസിസ്, MDR ആൻഡ് XDR TB ഈസ് ഹൈ. WHO കണക്ക് പ്രകാരം ഇന്ത്യയിലിപ്പോൾ അറൗണ്ട് 30-32% ഓഫ് ട്യൂബർക്കുലോസിസ് കം അണ്ടർ ദിസ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്കുലോസിസ്. ഇനി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി സിമ്പിൾ. So first is symptomatic treatment. For example, you can give, take the fluid out, ascites ഉണ്ടെങ്കിൽ അതിനെ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ സ്പെസിഫിക് ആൻറ്റി ട്യൂബർക്കുലസ് ഡ്രഗ്സ്. നമുക്കിപ്പോൾ വളരെ പൊട്ടൻ്റായിട്ടും ക്യൂറബിൾ ആക്കാൻ പറ്റുന്ന ഡ്രഗ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് INH, റിഫാംപിസിൻ, പൈറസിനമൈഡ്, എത്താൻബ്യൂട്ടൻ. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ വി ഹാവ് ന്യൂവർ ഡ്രഗ്സ് ലൈക്ക് ഡെലാമൈഡ്, റിഫാപെൻഡിൻ. ദെൻ വി ഹാവ് ഇൻട്രൊഡ്യൂസ് മോക്സിഫ്ലോക്സാസിൻ, നോർഫ്ലോക്സാസിൻ ആൻഡ് എൻ അറേ ഓഫ് ഡ്രഗ്സ് ആർ അവൈലബിൾ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോർമൽ TB ക്യാൻ ബി ട്രീറ്റഡ് വിത്ത് ദ നോർമൽ ഡ്രഗ്സ്. But the situation is different when it becomes MDR or XDR, when you have a separate regime for treatment of tuberculosis. ധാരാളം കേട്ടുവരുന്ന ഒരു ടേമാണ് സാർ ലേറ്റൻറ്റ് TB. എങ്ങനെയാണ് ഒരു ലേറ്റൻറ്റ് TBനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? See, latent TB അല്ലെങ്കിൽ subclinical TB, രണ്ട് terminologies are there. Interchangeable. What is latent TB? ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TB പടരുന്നത് കഫത്തിൽ കൂടെ ബൈ ഇഞ്ചക്ഷൻ, rarely by contact, and last by organ transplant. So there are 4 modes by which TB bacillus can transmit from one person to another person. Airborne infection ആകുമ്പോൾ നമ്മളുടെ ഒരു എക്സ്പോസ് ചെയ്യുന്ന എല്ലാവരുടെയും ശരീരത്തിലും TB ബാസിലസ് കയറുന്നുണ്ട്. ത്രൂ ദ ലങ്സ്, ത്രൂ ദ ബ്രീത്തിങ്. പക്ഷേ എല്ലാവരും TB രോഗികളാകുന്നില്ല. See, that is called containing. So your body mechanism, your genetic mechanism, your immunological mechanism decide what to do with this tuberculous bacillus. ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള മാക്രോഫേജ് സിസ്റ്റംസ്, ഇന്റർലൂക്കിൻ സിസ്റ്റംസ്, there are so many systems which contain the disease. അതില്ലാതെ വരുമ്പോഴാണ് the patient goes into an active disease. അതിനെ നമ്മൾ ആക്റ്റീവ് ട്യൂബർക്കുലോസിസ്, ആക്റ്റീവ് പൾമണറി ട്യൂബർക്കുലോസിസ്, ആക്റ്റീവ് എക്സ്ട്രാ പൾമണറി ട്യൂബർക്കുലോസിസ് പറയും. ഇനി ലേറ്റൻറ്റ് TB എന്താണ്? ബൈ ഡെഫിനിഷൻ ലേറ്റൻറ്റ് TB ഈസ് ആൻ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ടു ട്യൂബർക്കുലർ ബാസിലസ് വിത്തൗട്ട് ആൻ ആക്റ്റീവ് ഡിസീസ്.
അപ്പോൾ ഈ അണുക്കൾ നമ്മളെ ശരീരത്തിൽ കയറിയാലും നമ്മളെ ശരീരം ഉണ്ടാക്കുന്ന പ്രതിപ്രവർത്തനങ്ങളെയാണ് ലേറ്റന്റ് ടി ബി എന്ന് പറയുന്നത്. അതിന് എന്താണ് റിസ്ക്? വൈ യു വോണ്ട് ടു പുട്ട് ഇറ്റ് ആസ് ലേറ്റന്റ് ടി ബി ഈസ് വെരി സിമ്പിൾ. ഈ ആളിൻ്റെ പ്രതിരോധ ശക്തി കുറയുകയോ എന്ത് കാരണമെങ്കിലും സ്റ്റീറോയിഡ് കൊടുക്കുന്നതാണോ, മലിഗ്നൻസി വരികയാണോ, വരുമ്പോൾ ഈ ലേറ്റൻ്റായിട്ടിരിക്കുന്ന മൈക്രോബാക്ടീരിയം ക്യാൻ ബിക്കം ആൻ ആക്റ്റീവ് ഡിസീസ്. So that is why this terminology latent TB. So simply means it's an immunological response to a mycobacterium tuberculosis in the human body without an active disease. പക്ഷേ നമ്മളെ റിസ്ക് അതാണ്. ആർ ദേ ഗോയിങ് ഫോർ an active disease? അതിൽ ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനം കോൺടാക്റ്റ് ട്രേസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഹൈ ഇൻഫെക്ഷ്യസ് റേറ്റുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരാൾ, അയാൾക്ക് ടി ബി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ വി സ്ക്രീൻ ദം ഫോർ ദ ഡിസീസ്, ഫോർ ആക്റ്റീവ് ഡിസീസ് ഓർ ഫോർ ലേറ്റന്റ് ഡിസീസ്. അത് കണ്ടുപിടിക്കുന്നതിന് നമുക്കിപ്പോൾ പ്രത്യേകം ടെസ്റ്റുകളുണ്ട്. മാൻഡോ ടെസ്റ്റുണ്ട്, ഇഗ്ര ടെസ്റ്റുണ്ട്. അതിൻ്റെ ബേസിസിൽ നമുക്കത് ലേറ്റന്റ് ടി ബി ആണോ ഇല്ലേ എന്ന് തീരുമാനിക്കാം. ഈ വർഷത്തെ വേൾഡ് ടി ബി ഡേയുടെ മോട്ടോ യെസ് വി ക്യാൻ എൻഡ് ടി ബി എന്നതാണ്. ഈ ഒരു മോട്ടോ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൗ ടി ബി ഈസ് എ ട്രീറ്റബിൾ ഡിസീസ് നൗ. സോ വാട്ട് യു ഡു? ഏർലി ഡയഗ്നോസിസ് ഏറ്റവും പ്രധാനം. ഇപ്പോഴത്തെ അവൈലബിൾ WHO ഗൈഡ് ലൈൻസ് അനുസരിച്ച് 4 മാസമോ 6 മാസമോ 9 മാസമോ 12 മാസമോ അങ്ങനെ 4 ക്രൈറ്റീരിയ ആയിട്ട് തിരിച്ചിട്ട് ആ കാലയളവിൽ നമ്മൾ ആൻറ്റി ടി ബി കൊടുത്താൽ ഇത് ക്യൂറബിളായി. ഫോർ എക്സാമ്പിൾ, സംബഡി ചിൽഡ്രൻ 3 to 12 years, they need only 4 months treatment. Adult, you have a modified regime now. So 4 മാസം ട്രീറ്റ്മെൻറ്റ്. വളരെ അപൂർവമായിട്ട് നമ്മളിപ്പം 6 മാസം കൊടുക്കരുത്. ബോൺ ആൻഡ് CNS tuberculosis may need an extended disease. So the common treatment protocol is you just treat for 4 to 6 months. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പേഷ്യൻസ് എല്ലാം കറക്റ്റ് ഡോസിലുള്ള മരുന്നും കറക്റ്റ് ഡ്യൂറേഷനും കറക്റ്റ് അളവിലും പേഷ്യൻ്റ് കഴിച്ചിരിക്കണം. ഈ ഫെയില്യൂർ റേറ്റ് അല്ലെങ്കിൽ റിലാപ്സ് വരുന്നതിൻ്റെ മെയിൻ കാര്യം ഇതിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. ഇനി നേരത്തെ ചോദ്യം ഹൗ ക്യാൻ വി എൻഡ് ടി ബി? എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ $1 million question. ഹൗ ടു ഡു ഇറ്റ്? ദ ഗവൺമെൻറ് collaboration, the public participation is very, very important in eradicating our NTB program. ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന മെയിൻ പ്രശ്നം ഡയഗ്നോസ്റ്റിക് ടൂൾസാണ്. വി കോൾ ഇറ്റ് ആസ് പോയിൻ്റ് ഓഫ് ഡയഗ്നോസിസ്. ഒരു രോഗിക്ക് ഒരു സിംറ്റം ഉണ്ടാകുകയോ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടായാൽ ആ പുള്ളിയുടെ സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന കവൺ ടെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനോ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാകണം. ഇൻസ്റ്റെഡ് ഓഫ് പേഷ്യൻറ്റ് ഗോയിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ടു എ TB center or a hospital. So an active case can by the time could have infected soil. So I would say that point of care diagnosis അത്യാവശ്യമാണ്. രണ്ടാമത് ഇപ്പോൾ നമുക്കറിയാം കമം ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും RT-PCR ചെയ്യാനാണെങ്കിലും CB ഇനാറ്റ് ചെയ്യാനാണെങ്കിലും ഇപ്പോഴും നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യാം. സോ to do this we need really new molecular technologies. So for what is called as rapid diagnostic technologies. So that is the second or the I would say the third option to end TB. Community and government participation. As in our motto, community participation is very, very important. So not to isolate like before. Don't isolate somebody with tuberculosis. Now we don't have isolation wards. Okay. Patient can be treated at home. So identification by the community, they know what is happening. Active participation, including government participation, is a must for NTB program. See, now we are living in the era of artificial intelligence. Okay. I think that artificial intelligence can do a lot in the end of TB program. How can we do it?
incorporating artificial intelligence, we can find out what could be the outcome, what is the survey, what is the pool, what are the MDR, what are the XDR programs by using artificial intelligence, which is a very effective tool. And in implementing anti-TB programs also, this will help in a big way. So incorporating all these things, incorporating artificial intelligence, incorporating point of care treatment, participation by the community and by the government sector, I think we can, to a great extent, we can bring down tuberculosis.